നമസ്കാരം. എ-സ്ക്വയർ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഹരി. സബ്ജക്റ്റ് സുവോളജിയാണ്. നമുക്ക് പ്ലസ് ടുവിൽ പ്രധാനമായിട്ട് സുവോളജി 8 ചാപ്റ്ററുകളാണുള്ളത്. അതിനകത്ത് ആദ്യത്തെ 3 ചാപ്റ്റർ ഫസ്റ്റ് ടൈമിലേക്ക്, പിന്നെയുള്ള 4 ചാപ്റ്ററുകൾ സെക്കൻഡ് ടൈമിലേക്ക്, ഏറ്റവും അവസാന ടൈമിലേക്ക് 1 ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. എക്സാമിന് വേണ്ട 3 മുതൽ 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടാകാം. ഫസ്റ്റ് പോയിന്റ്, humans are sexually reproducing and viviparous. Human beings sexually reproducing ആണ്, അതേപോലെ തന്നെ viviparous ആണ്. ഫസ്റ്റ് പോയിന്റ് ആണ് വിവിപാരസുകൾ. വാട്ട് യു മീൻ ബൈ വിവിപാരസ്? എന്താണ് വിവിപാരസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിപാരസ് മീൻസ് ദേ ഗിവ് ബർത്ത് ടു ദ യങ് വൺസ്. അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്ന ജീവികളെ പറയുന്ന പേരാണ് വിവിപാരസ് എന്ന്. ജീവികൾ 3 തരത്തിലുണ്ട്. ഒവിപാരസ് ഉണ്ട്, വിവിപാരസ് ഉണ്ട്, അതേപോലെ തന്നെ ഓവോ വിവിപാരസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 വിഭാഗം ജീവികൾ കൂടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ദ ഓവിപാരസ്. ഒവിപാരസ് മീൻസ് എഗ് അല്ലെങ്കിൽ ഓവം. എഗ് ലേയിങ് ആനിമൽസ് ആർ കോമൺലി കോൾഡ് ഒവിപാരസ്. മുട്ടയിടുന്ന ജീവികളെ സാധാരണയിൽ പറയുന്ന പേരാണ് ഒവിപാരസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്. ഈ പക്ഷികളൊക്കെ ഒവിപാരസ് ആണ്, അതുപോലെ തന്നെ റെപ്റ്റൈൽസുകളൊക്കെ തന്നെ ഒവിപാരസ് ആണ്. സെക്കൻഡ് വൺ നമ്മളിപ്പോൾ പറഞ്ഞ വിവിപാരസ് ആണ്. ദാറ്റ് ഈസ് ദേ ഗിവ് ബർത്ത് ടു ദ യങ് വൺസ്. അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്ന ജീവികളെ പറയുന്ന പേരാണ് വിവിപാരസുകൾ എന്ന് പറയുന്നത്. ഇനി റയർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്. ദാറ്റ് ഈസ് ദ ഓവോ വിവിപാരസ്. Ovo viviparous means here the egg hatching in the fallopian tube. അതായത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ജീവികളെ പറയുന്ന പേരാണ് ഓവോ വിവിപാരസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വൈപ്പർ, നമ്മൾ പ്രസവിക്കുന്ന പാമ്പായിട്ട് പറയുന്ന വൈപ്പർ, അണലി എന്ന് പറയുന്ന ഓവോ വിവിപാരസ് ആണ്. അതുപോലെ തന്നെ സ്കോളിഡോൺ, ഡോഗ് ഫിഷ്, അതായത് ഷാർക്ക്, സ്രാവ് എന്ന് പറയുന്ന ജീവിയൊക്കെ തന്നെ ഓവോ വിവിപാരസ് ആണ്. ഇവർക്ക് യൂട്രസ് ഒന്നും തന്നെ കാണത്തില്ല. മുട്ടയെന്ന് പറയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ വിരിഞ്ഞ് പുറത്തേക്ക് വരികയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികളെ പറയുന്ന പേരാണ് ഓവോ വിവിപാരസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാം. ഹ്യൂമൻസ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആൻഡ് വിവിപാരസ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, വിവിപാരസ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പ്രത്യേകം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും 2 ഇൻഡിവിജ്വൽസ് വേണമായിരിക്കും. മെയിൽ ഫീമെയിൽ ഓർഗാനിസംസ് വേണം. പിന്നീട് അതുപോലെ തന്നെ ഗമീറ്റുകൾ വേണം. ഗമീറ്റ്സ്. Gametes are the special type of cells that participate in sexual reproduction. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള സെല്ലുകളെ പറയുന്ന പേരാണ് ഗമീറ്റ്സുകൾ എന്ന് പറയുന്നത്. ഗമീറ്റ്സ് ആർ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള കോശങ്ങളെ പറയുന്ന പേരാണ് ഗമീറ്റുകൾ അല്ലെങ്കിൽ സെക്സ് സെല്ലുകൾ എന്നാണ് പറയുന്നത്. മെയിൽ ഗമീറ്റിൻ്റെ പേരാണ് സ്പേം ആൻഡ് ദ ഫീമെയിൽ ഗമീറ്റ് ഈസ് നോൺ ആസ് ദ എഗ് ഓർ ഓവം. മെയിലിൻ്റെ ഗമീറ്റിൻ്റെ പേരാണ് സ്പേം എന്ന് പറയുന്നത്. ഫീമെയിൽ ഗമീറ്റ് ആണ് എഗ് എന്ന് പറയുന്നത്. സ്പേം ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സെൽ ഇൻ ദ അനിമൽ ബോഡി. അനിമൽ ബോഡിയിലെ ഏറ്റവും ചെറിയ സെല്ലാണ് സ്പേം എന്ന് പറയുന്നത്. മുട്ടയിലാണ്. മുട്ടയിൽ മീൻസ് സഞ്ചരിക്കാൻ കഴിവുള്ള സെൽസുകളാണ് സ്പേംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ എഗ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സെൽ ഇൻ ദ അനിമൽ ബോഡി. അനിമൽ ബോഡിയിലെ ഏറ്റവും വലിയ സെല്ലിൻ്റെ പേരാണ് എഗ് അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്നത്. ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഈ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഗമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റായിട്ട് ചാപ്റ്ററിലേക്ക് കിടക്കണം. ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു പെയർ ടെസ്റ്റിസ് വരുന്നുണ്ട്. എ പെയർ ഓഫ് ടെസ്റ്റിസ്. ദെൻ ആക്സസറി ഡക്റ്റ്. ഇതിനെ സഹായിക്കുന്ന ഡക്റ്റുകളുണ്ട്. ഡക്റ്റുകൾ മീൻസ് വെസലുകളുണ്ട്. ആക്സസറി ഡക്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ആക്സസറി ഗ്ലാൻഡ്. സഹായിക്കുന്ന ഗ്ലാൻഡുകൾ, അതായത് ഗ്രന്ഥികളുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ. എക്സ്റ്റേണൽ ജെനൈറ്റേലിയ മീൻസ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയർ ഓഫ് ടെസ്റ്റിസ് ആണ്.
ടെസ്റ്റിസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മെയിലിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. എന്താണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വിച്ച് പ്രൊഡ്യൂസ് സെക്സ് സെൽസ് ആൻഡ് സെക്സ് ഹോർമോൺസ് ആർ കോമൺലി കോൾഡ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഏതൊരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണോ സെക്സ് സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഓർഗൻസിനെ പറയുന്ന പേരാണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇൻ ദ കേസ് ഓഫ് മെയിൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആണുങ്ങളുടെ പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ദ മെയിൽ ഗമീറ്റ്. ടെസ്റ്റിസ് ആണ് മെയിൽ ഗമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്സ് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, then next point, testis is kept outside the abdominal cavity within a pouch is called scrotum. ടെസ്റ്റിസ് എന്ന് പറയുന്ന അബ്ഡോമിനൽ ക്യാവിറ്റി പുറത്തായിട്ട് ഒരു പൗച്ചിനുള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെ പറയുന്ന പേരാണ് സ്കോർട്ടം എന്നാണ് പറയുന്നത്. വൈ ടെസ്റ്റിസ് ഇസ് കെപ്റ്റ് ഇൻ സ്കോർട്ടം? എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റിസിനെ സ്കോർട്ടത്തിനുള്ളിലായിട്ട് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, scrotum maintain the low body temperature about 2 to 2.5 degrees Celsius lower than the normal body temperature. It is essential for spermatogenesis. അതായത് സാധാരണഗതിയിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 37 ഡിഗ്രി സെൽഷ്യസിൽ ഒരിക്കലും സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കത്തില്ല. സ്പെർമാറ്റോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജെനിസിസ്. Spermatogenesis means it is the process of production of sperms. സ്പേംസ് ആയിട്ട് അതായത് മെയിൽ ഗമീറ്റ് ആയിട്ടുള്ള സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ് എന്ന്. ഈ 37 ഡിഗ്രി സെൽഷ്യസിൽ ഒരിക്കലും സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കത്തില്ല. സ്കോർട്ടം മെയിൻറ്റെയിൻ ദ ലോ ബോഡി ടെമ്പറേച്ചർ അബൌട്ട് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ. സാധാരണ നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിൽ ഏതാണ്ട് 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറവായിരിക്കും സ്കോർട്ടത്തിനുള്ളിൽ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സ്പെർമറ്റോജെനിസിസ്. ഇത് സ്പെർമറ്റോജെനിസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറാണ്. ഒന്നുകൂടി പറയാം, എപ്പോഴും നമ്മൾ പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത്? സാധാരണ ശരീരത്തിനുള്ളിലായിട്ടാണ് ടെസ്റ്റിസ് കാണപ്പെടുന്നതെങ്കിൽ സ്പെർമറ്റോജെനിസിസ് എഫക്റ്റീവായിട്ട് നടക്കത്തില്ല. കാരണം 37 ഡിഗ്രി സെൽഷ്യസിൽ സ്പെർമറ്റോജെനിസിസ് കൃത്യമായിട്ട് നടക്കാൻ പറ്റത്തില്ല. എന്നാൽ സ്കോർട്ടത്തിനുള്ളിൽ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെക്കാട്ടിൽ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ് ഈ സ്കോർട്ടത്തിനുള്ളിൽ. അതുകൊണ്ടാണ് ടെസ്റ്റിസ് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത്. സ്കോർട്ടം മെയിൻറ്റെയിൻ ദ ലോ ബോഡി ടെമ്പറേച്ചർ അബൌട്ട് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, എന്നിട്ട് എല്ലാ ജീവികളുടെയും ടെസ്റ്റിസ് സ്കോർട്ടത്തിനുള്ളിലായിട്ട് തന്നെ കാണപ്പെടാൻ നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എലിഫിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിസ് അബ്ഡോമിനിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ബ്ലൂ വെയിൽ അങ്ങനെയാണ് കാണപ്പെടുന്നത്. എല്ലാ ജീവികളും സ്കോർട്ടം കാണാൻ നിർബന്ധമൊന്നുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ ടെസ്റ്റിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Each testis is composed of about 250 compartments is called a testicular lobe. നമ്മൾ ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റിസിനെ ഏതാണ്ട് 250ഓളം കമ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഒരു ടെസ്റ്റിസ് എടുക്കുകയാണെങ്കിൽ ഈച്ച് ടെസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ്. ഏതാണ്ട് 250ഓളം കമ്പാർട്ട്മെൻറ്റുകളായിട്ട് ഓരോ ടെസ്റ്റിസിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഒന്നുകൂടി പറയാം, ഈച്ച് ടെസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് ഈസ് കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഓരോ ടെസ്റ്റിസിനകത്തും ഏതാണ്ട് 250ഓളം കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റുകളെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. Each lobule contain 1 to 3 pairs of highly coiled structure called seminiferous tubule. നമ്മൾ ഇനി ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ കമ്പാർട്ട്മെൻറ്റുകൾക്കുള്ളിലായിട്ടും 1 മുതൽ 3 വരെ ജോഡിയായിട്ട് കാണപ്പെടുന്ന ഹൈലി കോൾഡ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഈച്ച് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ കണ്ടെയ്ൻ 1 to 3 pairs of highly coiled structure called seminiferous tubule. ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനകത്തും കാണപ്പെടുന്ന ഹൈലി കോയിൽഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടെസ്റ്റിക്കുലാർ ലോബ്യൂളാണ്, ഇത് സെമിനിഫറസ് ട്യൂബ്യൂളാണ്.
ടെസ്റ്റിസിന് 250 കമ്പാർട്ട്മെന്റ്സിന് നമുക്ക് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് വിളിക്കാം. ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ കാണപ്പെടുന്ന ഹൈലി കോൾഡ് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. നമ്മൾ ഇനി ഒരൊറ്റ സെമിനിഫറസ് ട്യൂബ്യൂൾസ് മാത്രം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാൻ തരുന്നോട്ടെ. ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസ് മാത്രമായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, the seminiferous tubules is internally lined by two types of cells called male germ cells and Sertoli cells. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലായിട്ട് ലൈൻ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് മെയിൽ ജേം സെൽസും അതുപോലെ തന്നെ സർട്ടോളി സെൽസും. ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് ഇന്റേണലി ലൈൻഡ് ബൈ ടു ടൈപ്പ് ഓഫ് സെൽസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലായിട്ട് ലൈൻ ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് സെല്ലിനെ നമുക്ക് മെയിൽ ജേം സെൽസ് എന്ന് പറയാം. ഫസ്റ്റ് ടൈപ്പ് സെൽ ഈസ് കോൾഡ് മെയിൽ ജേം സെൽസ് and other type is called the Sertoli cells. Sertoli cells. The male germ cells is otherwise called spermatogonia. ഈ മെയിൽ ജേം സെൽസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്പെർമറ്റോഗോണിയ എന്നൂടെ അറിയപ്പെടുന്നുണ്ട്. സർട്ടോളി സെൽ ഈസ് അതർവൈസ് കോൾഡ് നേഴ്സ് സെൽ, സപ്പോർട്ടിംഗ് സെൽസ്. ഇതിനെ വേണമെങ്കിൽ നേഴ്സ് സെല്ലുകൾ എന്ന് പറയാം, സപ്പോർട്ടിംഗ് സെൽസ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് സർട്ടോളി സെൽസ് എന്ന് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ എൻറിച്ചോ സർട്ടോളി. എൻറിച്ചോ സർട്ടോളിയാണ് കണ്ടെത്തിയത്. പുസ്തകത്തിന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. എൻറിച്ചോ സർട്ടോളിയാണ് കണ്ടെത്തിയത്, അതുകൊണ്ട് തന്നെ സർട്ടോളി സെൽസ് എന്ന് പറയുന്നത്. ദ മെയിൽ ജേം സെൽസ് അണ്ടർഗോ മിയോട്ടിക് സെൽ ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു സ്പേം. ഈ മെയിൽ ജേം സെൽസിന് മിയോട്ടിക് സെൽ ഡിവിഷൻ സംഭവിച്ചാണ് പിൽക്കാലത്ത് അത് സ്പേമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്പെർമറ്റോസോവയായിട്ട് മാറുന്നത്. ആൻഡ് ദ സർട്ടോളി സെൽ പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ഓർ നറിഷ്മെൻറ്റ് ഫോർ ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനെ പ്രൊവൈഡ് ചെയ്യുന്ന ജോലിയായിരിക്കും നമ്മളുടെ സർട്ടോളി സെൽസിനുള്ളത്. ഓക്കെ, അതായത് മെയിൽ ജേം സെൽസിൽ മിയോട്ടിക് സെൽ ഡിവിഷൻ സംഭവിച്ച് പിൽക്കാലത്ത് ഈ മെയിൽ ജേം സെൽസുകളെല്ലാം തന്നെ സ്പേമായിട്ട് മാറും. ആ സ്പേമായിട്ട് മാറുന്ന മെയിൽ ജേം സെൽസുകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ജോലിയാണ് സർട്ടോളി സെൽസിനുള്ളത്. ദ മെയിൽ ജേം സെൽസ് അണ്ടർഗോ മിയോട്ടിക് സെൽ ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു സ്പേം ആൻഡ് ദ സർട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ഓർ നറിഷ്മെൻറ്റ് ഫോർ ദിസ് പ്രോസസ്. ഓക്കെ, ഈ ടെസ്റ്റിസിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ്. ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ദർ ഇസ് എ സ്പേസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന് പുറത്തായിട്ട് എല്ലാ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെയും പുറത്തായിട്ട് ഒരു സ്പേസ് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എടുക്കുകയാണെങ്കിൽ ഇതിന് പുറത്തായിട്ടെല്ലാം കുറേ സ്പേസ് കാണപ്പെടുന്നുണ്ട്. ദർ ഇസ് എ സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ്. The cells that present in the interstitial space, ഈ ഇൻഡർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്ന സെൽസുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡർസ്റ്റീഷ്യൽ സെൽസ്, അല്ലെങ്കിൽ നമുക്കിതിനെ ലൈഡിങ് സെല്ലുകൾ എന്ന് വിളിക്കാം. ലൈഡിങ് സെൽ. ഒന്നുകൂടെ പറയാം. ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ദർ ഇസ് എ സ്പേസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിന് എല്ലാ സെമിനിഫറസ് ട്യൂബ്യൂൾസിനും പുറത്തായിട്ട് സ്പേസ് കാണപ്പെടുന്നുണ്ട്. ദിസ് സ്പേസ് ഈസ് കോൾഡ് ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് വിളിക്കുന്നത്. ദ സെൽസ് ദാറ്റ് പ്രസന്റ് ഇൻ ദ ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ് ഈസ് കോൾഡ് ഇൻഡർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലൈഡിംഗ് സെൽ. ദിസ് സെൽ സിന്തസിസ് ആൻഡ് സെക്രീറ്റ് ദ മെയിൽ ടെസ്റ്റിക്കുലർ ഹോർമോൺ. ഈ ഒരു സെല്ലാണ് മെയിൽ ടെസ്റ്റിക്കുലർ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു മെയിലിൻ്റെ എല്ലാ മെയിൽ ക്യാരക്ടറിനും കാരണമായിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് ആൻഡ്രോജൻ ആണ്. സ്റ്റഡി ഓഫ് മെയിൽ ഈസ് കോൾഡ് ആൻഡ്രോളജി. ആൺകുട്ടികളെ കുറിച്ചുള്ള പഠനത്തിനെ പറയുന്ന പേരാണ് ആൻഡ്രോളജി എന്നാണ് പറയുന്നത്. ആൻഡ്രോളജി. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓരോ ടെസ്റ്റിസിനും 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേര് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ കാണപ്പെടുന്ന ഹൈലി കോൾഡ് സ്ട്രക്ചറാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ കാണപ്പെടുന്ന രണ്ട് ടൈപ്പുള്ള സെൽസാണ് മെയിൽ ജേം സെൽസ്, സർട്ടോളി സെൽസ്. ഈ രണ്ട് സെൽസിൻ്റെയും ഫംഗ്ഷൻ പഠിക്കണം. മെയിൽ ജേം സെൽസ് സ്പേമായിട്ട് മാറുന്നു. സർട്ടോളി സെൽസ് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷനെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ദർ ഈസ് എ സ്പേസ് കോൾഡ് ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ്. The cells that present in the interstitial space is called interstitial cells or Leydig cells. These cells synthesize and secrete the male testicular hormone called androgen. ഈ സെൽസ് ആണ് ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ വൈ ടെസ്റ്റിസ് ഇസ് കെപ്റ്റ് ഇൻ സ്കോർട്ടം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത്? സ്കോർട്ടം മെയിൻറ്റെയിൻ ദ ലോ ബോഡി ടെമ്പറേച്ചർ അബൌട്ട് 2 to 2.5 degrees Celsius lower than the normal body temperature. പിന്നെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ടു ടൈപ്പ് ഓഫ് സെൽസ് പ്രസന്റ് ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണുമ്പോൾ രണ്ട് തരത്തിലുള്ള സെല്ലുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? അതൊന്ന് മെയിൽ ജേം സെൽസും ഒന്ന് സർട്ടോളി സെൽസുമാണ്. മെയിൽ ജേം സെൽസ് സ്പേമായിട്ട് മാറുന്നു. സർട്ടോളി സെൽസ് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു.
പിന്നീട് വിച്ച് സെൽസ് പ്രൊഡ്യൂസ് ആൻഡ്രോജൻ എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിംഗ് സെൽസ് ആണ്. ഓക്കെ, ഇതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അക്സസറി ഡക്റ്റുകളെ കുറിച്ചാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ സെമിനറസ് ട്യൂബ്യൂൾസിലെ മെയിൽ ജെം സെൽസിൽ നിന്നും സ്പേം ഉണ്ടായി. ഈ സ്പേം പുറത്തേക്ക് വരുന്ന ഡക്റ്റുകളെ പറയുന്ന പേരാണ് അക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ടെസ്റ്റിസിലെ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഉണ്ട്. ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. അതിനകത്തെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് മെയിൽ ജെം സെൽസുകളെല്ലാം തന്നെ സ്പേമായിട്ട് മാറി. ഈ സ്പേമിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഡക്റ്റുകളെ വിളിക്കുന്ന പേരാണ് അക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുനിന്ന് സ്പേംസ് ചില ഇറഗുലർ ക്യാവിറ്റീസിനുള്ളിലേക്ക് വരും. ഇവിടെ ആയിട്ട് കാണപ്പെടുന്ന ഇറഗുലർ ക്യാവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ടെസ്റ്റിസ് എന്ന് പറയും. ആദ്യം ചില ഇറഗുലർ ക്യാവിറ്റീസിനുള്ളിലേക്ക് സ്പേംസ് വരും. ഈ ഇറഗുലർ ക്യാവിറ്റീസിനെ പറയുന്ന പേരാണ് റൈറ്റ് ടെസ്റ്റിസ്. RETE റൈറ്റ് ടെസ്റ്റിസ്. അതിനുശേഷം ചെറിയ കുറേ ട്യൂബ്യൂൾസ് ഉണ്ട്. അതിനുശേഷം കാണപ്പെടുന്ന കുഞ്ഞു ട്യൂബ്യൂൾസിനെ പറയുന്ന പേരാണ് വാസ എഫറൻഷ്യ. ചെറിയ ട്യൂബ്യൂൾസ് കാണപ്പെടുന്നുണ്ട്. ദിസ് ട്യൂബ്യൂൾസ് ഈസ് അതർവൈസ് കോൾഡ് വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ. ദെൻ എ ഹൈലി കോൾഡ് സ്ട്രക്ചർ. അതിനുശേഷം ഒരു ഹൈലി കോൾഡ് സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ദിസ് ഹൈലി കോൾഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് എപ്പിഡെമസ്. സ്പെല്ലിംഗ് നോക്കിയോണേ, EPIDIDYMIS, എപ്പിഡെമസ് എന്ന് പറയും. ദ സ്പേം ഈസ് ടെമ്പറലി സ്റ്റോർഡ് ഇൻ ദ എപ്പിഡെമസ്. ഈ എപ്പിഡെമസിന് ഒരു 6 മീറ്ററോളം ലെന്ത് ഉണ്ട്. 6 മീറ്റർ ലെന്തുള്ള പാർട്ടാണ് എപ്പിഡെമസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സ്പേം ഈസ് ടെമ്പറലി സ്റ്റോർഡ് ഇൻ ദ എപ്പിഡെമസ്. സ്പേമിനെ താൽക്കാലികമായിട്ട് സംഭരിച്ച് വെക്കുന്നത് എപ്പിഡെമസിലായിരിക്കും. ഈ സ്പേംസിന് മെച്ചുറേഷൻ സംഭവിക്കുന്നത് എപ്പിഡെമസിനുള്ളിൽ വെച്ചായിരിക്കും. പിന്നീട് കാണപ്പെടുന്ന ട്യൂബ്സിനെ വിളിക്കുന്ന പേരാണ് വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. നമുക്കൊന്നിൽ ഏറ്റവും ലാസ്റ്റ് ഈ അവസാനത്തെ പാർട്ടിന് നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യൂറിനോ ജനേറ്റഡ് ഡക്റ്റ് എന്ന് പറയാം. അതായത് മെയിൽസിൽ ഈ സ്പേംസിനെ പുറത്തേക്ക് കൊണ്ടുവരാനും യൂറിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പ്രത്യേകമുള്ള ഡക്റ്റുകളില്ല. ആകെ ഒറ്റ ഡക്റ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യൂറിനോ ജനേറ്റഡ് ഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ റൂട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. സെമിനിഫറസ് ട്യൂബ്യൂൾ, റൈറ്റ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡെമസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓർ യൂറിനോ ജനേറ്റഡ് ഡക്റ്റ്. ആ ഓർഡർ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ആദ്യമായിട്ടുള്ള റൈറ്റ് ടെസ്റ്റിസ് ആണ്. സെക്കൻഡ് വൺ ഈസ് വാസ എഫറൻഷ്യ, എപ്പിഡെമസ്, വാസ് ഡിഫറൻസ്. ലാസ്റ്റ് വൺ ഈസ് ദ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓർ യൂറിനോ ജനേറ്റഡ് ഡക്റ്റ്. പിന്നെ സ്പേമിനെ ടെമ്പററി സ്റ്റോർ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് എപ്പിഡെമസ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ അക്സസറി ഗ്ലാൻഡ്. അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് അക്സസറി ഗ്ലാൻഡുകളെ കുറിച്ചാണ്. അക്സസറി ഗ്ലാൻഡ്. അക്സസറി ഗ്ലാൻഡ്സിനകത്ത് പ്രധാനമായിട്ട് 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ സെമിനൽ വെസിക്കിൾ. Second one is the prostate gland. And last one is the bulbourethral gland. Bulbourethral gland. നമ്മൾ ഇജാക്കുലേറ്ററി ഡക്റ്റ് ആണെന്നെങ്കിൽ ആദ്യമായിട്ട് സെമിനൽ വെസിക്കിൾ വരുന്നുണ്ട്. സെമിനൽ വെസിക്കിളിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ഏറ്റവും അവസാനമായിട്ടാണ് ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് വരുന്നത്. ദ കോമൺ സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ ആൻഡ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഈസ് കോൾഡ് സെമിനൽ പ്ലാസ്മ. സെമിനൽ വെസിക്കിളിൻ്റെയും പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെയും കോമൺ സെക്രീഷനെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ എന്നാണ് പറയുന്നത്. ദ കോമൺ സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ ആൻഡ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഈസ് കോൾഡ് സെമിനൽ പ്ലാസ്മ. It is rich in calcium, fructose and certain enzymes. ഈ സെമിനൽ പ്ലാസ്മയിൽ ഇഷ്ടംപോലെ കാൽഷ്യം കാണും, ഫ്രക്ടോസ് കാണും, അതേപോലെ തന്നെ ചില എൻസൈമുകളും കാണും. സ്പേംസിന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ് സെമിനൽ പ്ലാസ്മ പറയുന്നത്. നമുക്ക് തീർച്ചയായും ഡൗട്ട് ഉണ്ടാവും, ഈ സെമിനൽ വെസിക്കിളിൻ്റെയും പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെയും കോമൺ ആണ് സെക്രീഷൻ എന്തുകൊണ്ടാണ് സെമിനൽ പ്ലാസ്മ എന്ന് വിളിക്കുന്നത് ചോദിക്കാം.
അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സെമിനൽ പ്ലാസ്മയുടെ 70% പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിളാണ്. ബാക്കിയുള്ള 30% മാത്രമേ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ ലാസ്റ്റ് വൺ ഈസ് ദ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊഡ്യൂസ് സം ലൂബ്രിക്കൻസ് അറ്റ് ദ ടൈം ഓഫ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്ത് ചില ലൂബ്രിക്കൻസുകളെ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് മ്യൂക്കസ് പോലെയുള്ള ലൂബ്രിക്കൻസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയാണ് ബൾബോ യൂറീത്രൽ ഗ്ലാൻഡിനുള്ളത്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് കൗപ്പേസ് ഗ്ലാൻഡ്. ഈ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൗപ്പേസ് ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് കൗപ്പേസ് ഗ്ലാൻഡ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് സെമിനൽ പ്ലാസ്മ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് കമ്പോണൻസ്. Seminal plasma എന്ന് വെച്ചാൽ the common secretion of seminal vesicle and the prostate gland is called seminal plasma. It is rich in calcium, fructose and certain enzymes. പിന്നീട് സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേം. ഈ സെമിനൽ പ്ലാസ്മ സ്പേമുമായി കൂടിച്ചേരുമ്പോഴാണ് സെമൻ ഫോം ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും സെമൻ ഉണ്ടാകും. സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേം ഇക്വൽ ടു സെമൻ. അതായത് ഈ സ്പേമിന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം മാത്രമാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. ബൾബോ യൂറീത്രൽ ഗ്ലാൻഡിൻ്റെ മറ്റൊരു പേരാണ് കൗപ്പേസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, and last one is the external genitalia. മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ എന്ന് പറയുന്നത് പെനിസാണ്. ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. 2 പോയിന്റുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. The enlarged portion of the penis is called glans penis. പെനിസിൻ്റെ enlarged പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് glans penis എന്നാണ് പറയുന്നത്. And it is covered by a loose fold of skin. ഈ glans penisനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സ്കിന്നിനെ പറയുന്ന പേരാണ് foreskin. And it is covered by a loose fold of skin is called foreskin. അതായത് പെനിസ് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചിരിക്കുന്ന ഇറക്റ്റൈൽ ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറക്റ്റ് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നിട്ട് ഈ enlarged portion of the penis is called glans penis and it is covered by a loose fold of skin is called foreskin. ഇത്രയാണ് പ്രധാനമായിട്ടും മെയിൽ റീപ്രൊഡ്യൂസറിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ബൈ.